100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടേക്കും പോരട്ടെ. അത് അവർ കപ്പും കൊടുത്തേക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. അതെ, തേഞ്ഞൊട്ടി അവിടെ നിൽക്കണം. ആര്? ഈ പറയുന്ന രേണുസുതി. അങ്ങനെ 100 ദിവസം അവിടെ നിൽക്കണമെന്നാണ് ബിഷപ്പ് പറയുന്നത്. ബിഷപ്പ് പറയുന്നത് എന്തുകൊണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു കാര്യം തന്നെ ഇതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ ബിഷപ്പ് ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് 100 ദിവസം അവിടെ നിർത്തിയിട്ട് തേഞ്ഞൊട്ടി വരണമെന്ന്. ഇത് സത്യമാണ്. കാരണം അവിടെ അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഓരോ കള്ളത്തരങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു. അത് മാത്രമല്ല, ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, സുതിക്കാട് എടുത്ത് കളിക്കുമ്പോഴും കിച്ചുക്കാട് എടുത്ത് കളിക്കുമ്പോഴും എല്ലാം നാട്ടുകാർ ഓരോന്നോരോന്നാ പറയുന്നേ. ഇവരെ കുറിച്ച് നാട്ടുകാർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നാട്ടുകാർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രേണുസുതിയെ TV കണ്ടു കഴിഞ്ഞാൽ പലരും പറയുമെന്ന് അങ്ങ് ഓഫ് ചെയ്തേക്കാമെന്ന്. കാരണം അവർക്ക് പോലും വെറുപ്പാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ നിന്ന് ബസ്സൊക്കെ കയറാനൊക്കെ പോകുമ്പോൾ ഈ പുള്ളിക്കാരിയെ കാണുമ്പോൾ ഈ പുള്ളിക്കാരി മൈൻഡ് പോലും ചെയ്യത്തില്ല. ഏതോ വലിയ നടിയെ പോലെയൊക്കെയാ പെരുമാറുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തോ ജാടയാണെന്നറിയാമോ? സലിംകുമാർ ഒരു പടത്തിൽ പറയത്തില്ലേ, ഏതാടാ ഈ ജാടത്തെണ്ടി എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു ജാടയാണ്. ജാടകളിൽ ജാട പിടിച്ചൊരു ജാടക്കാരിയാണ് ഈ പറയുന്ന രേണു ചേച്ചി. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഇതൊന്ന് കാണണം. ഇവരുടെ അയലോക്കക്കാരി ആയിട്ടുള്ള ആ ചേച്ചി പറയുന്ന കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടേ. ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടു. ബിഗ് ബോസിൽ പോയാലും സുധിയാണ്. ബിഗ് ബോസിൽ പോയാലും സുധിയാ. സുധിച്ചേട്ടന് വേണ്ടിയിട്ടാ. അല്ലാണ്ട് സ്വന്തം കാര്യത്തിനല്ല. സ്വന്തം കാര്യമല്ല പുള്ളിക്കാരിയല്ല സുധിക്ക് വേണ്ടിയിട്ടാ. പുള്ളിയുടെ സ്വന്തം കാര്യമോ മക്കൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. പുള്ളിക്കാരിയെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടിയോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. മരിച്ചുപോയി, നമ്മൾ മരിച്ചുപോയ ഒരാളെ കുറിച്ച് പറയണം. പക്ഷെ ഏത് സഭയിടത്തി എന്നാലും എന്റെ സുധി കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം. മൂത്ത ഒരു കൊച്ചനുണ്ട്, അവന്റെ കാര്യം പറയണം. കിച്ചു അവന്റെ കാര്യം പറയണം. എല്ലാവരുടെയും കാര്യം പറയണം. അത് ശരിയാ. എവിടെ പോയാലും സുധി. കൺഫെഷൻ റൂമിൽ പോയാലും സുധിച്ചേട്ടൻ, എവിടെ പോയാലും സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നാഴിക്ക് 40 വട്ടവും സുധിച്ചേട്ടൻ പറഞ്ഞുകൊണ്ടായിരുന്നു അതിന്റെ അകത്ത്. അതാ നാട്ടുകാരും പറയുന്നതേ. അങ്ങനെ സുധിച്ചേട്ടനോടുള്ള ഇഷ്ടത്തിന്റെ ആ വോയിസ് നിങ്ങൾ കേട്ടിരുന്നല്ലോ. കാരണം സുധിച്ചേട്ടൻ മരിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ടായെന്നും ആ പയ്യനിൽ നിന്ന് ഒരു ഇതുണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. അത് പുറത്തു വന്നൊരു വോയിസ് തന്നെയാണ്. എന്നിട്ട് ഇവർ പോയി ഹോസ്പിറ്റലിൽ പോയി അതെടുത്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുമുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഹനാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി വന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുമായാലും ഈ പറയുന്ന എപ്പോഴും ഈ സുതിക്കാട് ഇറക്കി കളിക്കുന്ന ഈ ചേച്ചി ഇനി എന്ത് പറയും? ഇനിയും തേഞ്ഞൊട്ടട്ടെ അങ്ങോട്ട്. ഇനി അവിടെ 100 ദിവസം നിൽക്കട്ടെ. ഞാൻ ആ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ശുദ്ധികലശം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ വാക്കിങ് തിരിച്ചെടുക്കുകയാണ്. ഇവരവിടെ നിൽക്കട്ടെ. ഇവർ 100 ദിവസം അവിടെ നിൽക്കണം. 100 ദിവസം അവിടെ നിന്നതിന് ശേഷം ഇവരെന്തൊക്കെയാണോ പറഞ്ഞു വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണോ പൊതുസമൂഹത്തിന്റെ അവിടെ ഇവർ ചെയ്തു വെച്ചേക്കുന്നത്, ഇതെല്ലാം തേഞ്ഞൊട്ടണം. കാരണം ഇവർ എത്ര പേരെയാണ് ഇവരിങ്ങനെ നാറ്റിച്ചത്? ഒരു സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് നാറ്റിച്ചു. ഇവർ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് വിധവ എന്ന് പറയുന്നത്. എത്രയോ ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്ന എത്ര വിധവമാരുണ്ട് ഇല്ലേ? ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന എത്ര അമ്മമാരുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പ്രിവിലേജ് എന്തു ഇവർക്ക്? ഇവരങ്ങ് വെച്ചങ്ങ് കാച്ചുകയാണ്. ഇവർ പറ്റിക്കുകയാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. ഈ ഒരു കാർഡും വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നു. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അമ്മ പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കി. ഇത് പുള്ളിക്കാരി അങ്ങനെ ഒരു ഇതായിപ്പോയി. അത് കാരണം ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. ഇനി നമുക്കറിയത്തില്ല വേറെ കാര്യങ്ങളൊന്നും. അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. കാരണം നാട്ടുകാരാണേ, അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇവർക്കൊക്കെ അറിയാവുന്ന ഈ സ്റ്റോറികൾ അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരാരും ഇതൊന്നും പുറത്ത് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ജീവിച്ചു പോട്ടെ എന്നുള്ള വിചാരത്തിലായിരുന്നു അവര്. പക്ഷേ ഇതങ്ങ് ഓവറായി കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർ ഓരോരുത്തർ വന്നങ്ങോട്ട് പറയാൻ തുടങ്ങി. അതാണ് ഇതിന്റെ സത്യം. ഈ പറയുന്ന പൊങ്ങന്താനത്ത് പോയി തിരക്കിയാൽ, നിങ്ങൾ തന്നെ പോയി തിരക്കിയാൽ നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ഇപ്പൊ താമസിക്കുന്ന ആ സ്ഥലത്ത് പോയി തിരക്കിയാലും നിങ്ങൾക്കറിയാം. അപ്പം എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അത് തന്നെ ഉള്ളൂ. ഇപ്പൊ കണ്ടോ, ഏറ്റവും വലിയൊരു ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് എന്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന പെൺകുട്ടി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സത്യമുള്ളതായിട്ടാണ് തോന്നുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരും, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അമ്മ പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കി. മനുഷ്യരെല്ലാം നമ്മളിപ്പോ പുറത്തോട്ട് പോകാന്ന് വെച്ചു. ബിഗ് ബോസിലെ ഒരു കാര്യം നമ്മൾ പറയാം. ബിഗ് ബോസ് കാണുന്നുണ്ടോ? ബിഗ് ബോസിലെ കാര്യം അവളാണോ രേണുസുതി, അവളെ ആദ്യം അതിനകത്ത് നിറക്കി വിടെ, അന്നേരം നമ്മൾ കാണാം. ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ടോ അമ്മ പറഞ്ഞത്. ആദ്യം രേണുവിനെ ഇങ്ങോട്ട് ഇറക്കി വിടും, പിന്നെ ഞങ്ങൾ കണ്ടോളാമെന്നാണ് നാട്ടുകാർ പറയുന്നതെന്നാ പറയുന്നത്. എങ്ങനുണ്ട്? ഇതാണ് പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ സീസൺ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവിടെ. ആൾക്കാർക്കൊക്കെ വെറുത്തുപോയി. ഇതുപോലെ എപ്പോ നോക്കിയാലും സുതിക്കാടും കിച്ചുക്കാടും ഇറക്കി കുറെ വോട്ടുകൾ പിടിക്കാൻ നോക്കിയെങ്കിലും, കുറെ PR-നെ വെച്ച് ജയിക്കാൻ നോക്കിയെങ്കിലും കളി മൊത്തം പാളിസാകുന്ന രീതിയിലാണ് പോകുന്നത്. അവരവിടെ നിൽക്കണം. ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെ ഇവർ 100 ദിവസം അവിടെ നിൽക്കട്ടെ.
ഒന്നുകൂടെ വേണം ബിഷപ്പിന്റെ ആ വോയിസ് ഒന്ന് കേൾക്കാം, ഒന്നുകൂടെ കേട്ട് നോക്കത്. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടിരിക്കും പോരട്ടെ. അത് അവര് കപ്പും കൊടുത്തിക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. അതെ, അതാണ് വേണ്ടത്. കള്ളം പറഞ്ഞതൊക്കെ അങ്ങോട്ട് തെളിയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വെളിയിൽ ഇങ്ങനെ ഓരോന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ബിഷപ്പ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ബിഷപ്പിനെ എടുത്ത് പൊങ്കാല ഇട്ടവരെ ഒന്ന് കണ്ടാട്ടെ. ഓക്കെ, അമ്മച്ചി ബാക്കി പറയട്ടെ. എല്ലാവർക്കും വെറുപ്പാണ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്ര അടുത്ത് ജീവിക്കുന്ന ആൾക്കാര് നമ്മളോടൊരു ഇത് വേണ്ടേ? ഇല്ല പുള്ളിക്കാരിക്ക്. വീട് താമസിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്ന? ഇല്ല, ഞങ്ങളാരും അറിഞ്ഞില്ല. ഈ വളവ് ഇല്ല, ഈ ആ വളവ് ഉണ്ട്, ആ വളവ് ചെന്ന് കയറുന്ന അവരുടെ വീട്ടിലോട്ട്. അറിയാം മോനെ? അറിയാമല്ലോ. അങ്ങനെ എന്താണ് നേരിട്ട് കാണുമ്പോൾ സംസാരിച്ചിട്ട് പോലുമില്ല? ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ ബസ് കല്ലൂരയിലൊക്കെ കയറിയ ചിലപ്പോൾ പുള്ളിക്കാരി വരുന്നത്. ഇതിലുള്ള ആരെ ഒരു കൊച്ചു കല്ലൂര്, ഒരു വലിയ കല്ലൂര്. ആ കല്ലൂരയിൽ ആ പുള്ളിക്കാരി ഞാൻ പോകുന്നത്. അപ്പൊ നമ്മളും രാവിലെ ചിലപ്പോൾ ബസ്സിന് ഇവിടുന്ന് ഉള്ള ഒരു ബസ്സാണ്, നമുക്ക് ഇവിടുന്ന് ഉള്ള ഒരു ബസ്. ആ ബസ്സിന് കയറിയാൽ നമ്മളും പോകുന്നത്. നമ്മളും പോകുമ്പോഴത്തേക്കിനും നമ്മൾ അറിയുന്ന മനുഷ്യരാണ്. ഒന്ന് ചിരിക്കുമ്പോൾ ഒന്ന് തിരിച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ റോഡേ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുക, ഒരാൾ വഴിയെ പോകുമ്പോൾ അല്ലേ ചേച്ചി, അല്ലെ നമ്മളങ്ങോട്ട് മോനെ പുതിയതാണല്ലോ മോൻ ഇവിടെ അടുത്തുന്ന. അപ്പൊ നമുക്കറിയാം അത് രേണു സുധി ആരാണെന്നുള്ളത് നമുക്കറിയാം. രേണുസിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു പുറത്തുള്ള കാര്യം. ഇവരെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യത്തില്ലെന്നാ പറയുന്നത്. അവിടുന്ന് ബസ് കയറുന്നത്, എന്നിട്ട് പോലും ഇവരെ കണ്ടാൽ ഒരു മൈൻഡ് പോലും ചെയ്യത്തില്ല. കാരണം എന്താ, വലിയ നടിയാ, വലിയ എന്താ പറയാ, നാട്ടിലെ പുതിയ മഞ്ജു വാര്യരല്ലേ. അതുകൊണ്ട് തന്നെ ആരോടും മിണ്ടത്തില്ല. പക്ഷെ മഞ്ജു വാര്യരൊക്കെ അങ്ങനെയല്ല. മഞ്ജു വാര്യരൊക്കെ അയൽവക്കക്കാരോടും അതോടൊപ്പം തന്നെ കാണുന്നവരോടൊക്കെ മിണ്ടും. പക്ഷെ ഈ ചേച്ചിക്ക് മാത്രം എന്തോ അങ്ങ് കൂടുതലാ. അതുകൊണ്ട് ആരോടും മിണ്ടത്തില്ലെന്നാണ് ഇവര് പറയുന്നത്. അല്ലേ? ഞങ്ങൾ പറയുന്നൊന്നും അല്ലല്ലോ, ഇത് നാട്ടുകാർ പറയുന്നതല്ലേ? അല്ലേ? ഇനി പിന്നെ ഞങ്ങളുടെ മണ്ടക്കോട്ട് കയറാൻ വരരുതേ എന്റെ പൊന്നു PR ചേട്ടന്മാരെ. അതൊക്കെ ഞങ്ങള് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നുണ്ട്. കാണുമ്പോ എന്നാ തോന്നാ, ഈ കഴിഞ്ഞ ദിവസം കണ്ട് സുധിയുടെ ശവകുടീരത്തെ പോയി ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് കരയുന്നു. അച്ഛൻ പ്രാർത്ഥന ചെല്ലുമ്പോ അതേ പോയിട്ട് അതൊക്കെ എന്നതാ, അതൊക്കെ മനുഷ്യനെ കാണിക്കാൻ. സങ്കടമില്ല, എല്ലാ ഭർത്താക്കന്മാരും മരിക്കുമ്പോ ഭാര്യമാർക്കും സങ്കടമുണ്ട്, സങ്കടമില്ല. അത് ശരിയാ. ഈ സുധിയുടെ കല്ലറയിലോട്ട് പോയിട്ട് ഇങ്ങനെ വെച്ചൊക്കെ അങ്ങോട്ട് കരച്ചില്ല. ഇതൊക്കെ കാണിക്കാനായിരുന്നു എന്നും ഇത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഇത് നമ്മളൊന്നും പറഞ്ഞതല്ല. ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാ, അല്ലേ? ഇത് തന്നെയല്ലേ നടക്കുന്നത്? നിങ്ങൾ ആ ഖനാൻ പറയുന്ന കാര്യം കേട്ടിരുന്നില്ലേ? അതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ലേ? അതിൽ എന്തായിരുന്നു പറയുന്നത്? ഇതുപോലെ സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇതായെന്നും അത് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് കളയാൻ പോയപ്പോൾ ഇവരുടെ പേര് ഇവർക്ക് ഉപകാരം ചെയ്തു. അവരുടെ പേര് ഇങ്ങനെ 2 പേരായതുകൊണ്ട് തന്നെ അവിടെ രക്ഷപ്പെട്ടു ഇവര്. ഇനി എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തുമായാലും അവിടെ 100 ദിവസം നിന്നിട്ട് അവിടെ നിന്ന് ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെ തേഞ്ഞൊട്ടി ഇറങ്ങി വന്നാൽ മതി. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ്. അടുത്തൊരു വീഡിയോ കാണാം.